നമ്മൾ ഒരുമിച്ച് ചേർത്ത് ശക്തമായി പിടിച്ച മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ല കാശ്മീർ. കാശ്മീരിന് ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട്. കാശ്മീർ നമ്മളോടൊപ്പം വന്ന് നിൽക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായിരുന്നു. കാശ്മീരിനെ നമ്മളോടൊപ്പം നിർത്തണമെങ്കിൽ അന്നത്തെ ഒരു സാധ്യത, കാശ്മീരിലെ രാജാവ് സാങ്കേതികമായും ഇയാളായിരിക്കുമ്പോഴും അവിടുത്തെ ജനതയുടെ താല്പര്യങ്ങളെ റിഫ്ലക്ട് ചെയ്തിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അവരുടെ കോൺഫിഡൻസ് ആർജിക്കാൻ എന്ത് വഴി എന്ന് അന്നത്തെ ഭരണകൂടം ആലോചിച്ചു. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് അവരുടെ സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവകാശം നൽകുന്ന ഒരു രാജ്യത്തോട് ചേർന്ന് നിൽക്കാനേ അന്നത്തെ കാശ്മീർ തയ്യാറാവുമായിരുന്നുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര മതേതര റിപ്പബ്ലിക്കിന്റെ ഭാഗമായി വരാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അന്ന് എടുത്തൊരു യുക്തിപൂർവമായ സ്റ്റെപ്പാണ് അവർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം എന്നുള്ളത്. അതിനെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ആറ്റിൽ കളയും, അതൊരു പാർലമെന്ററി തീരുമാനമാണെങ്കിൽ. അതുകൊണ്ടാണ് നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജിയോ സ്ട്രാറ്റജിക്കലി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂവിഭാഗത്തെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമ്മൾ ഏർപ്പെട്ട ഒരു കരാറാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അന്നത്തെ നിലയിൽ അത് യുക്തിഭദ്രമായ ഒരു കാര്യമാണ് താനും. അപ്പൊ നമ്മളത് അന്ന് ചെയ്തു. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് അതിനകത്തുള്ള പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, അത് പിൻവലിക്കപ്പെട്ട രീതിയിൽ എറർ ഓഫ് ലോ ഉണ്ടായിട്ടുണ്ട്.